ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അനാമിക കല്യാണത്തിന്റെ ആ സമയത്ത് അനാമികയുടെ കൂട്ടുകാരിയുടെ അടുത്തുനിന്ന് കുറച്ചധികം പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടുകാരിയുടെ പേര് രശ്മി എന്നാണ് കേട്ടോ. രശ്മിയുടെ പൈസ തിരികെ ചോദിക്കാനായിട്ട് ഒരുപാട് തവണ അനാമികയെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അനാമിക ഫോൺ എടുക്കുന്നില്ല. ചില സമയങ്ങളിൽ അനാമിക ഫോൺ കട്ടാക്കുകയാണ്. രശ്മിക്കാണെങ്കിൽ ഈ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. അനാമിക ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ദേഷ്യപ്പെട്ട് രശ്മി അനന്തപുരിയിലോട്ട് കയറി ചെല്ലാണ്. പിന്നെ അവിടെ നടക്കുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ് കേട്ടോ. അനാമിക ഇന്ന് അങ്ങ് ഉരുകി പോകുന്നുണ്ട്. ആ ഒരു കിടലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയുടെ ഫ്രണ്ട് രശ്മിയാണ്. ആ രശ്മി ഒരു ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ നിന്ന് അനാമികയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവളെന്തൊരു ദുഷ്ടയാണ്. അവക്ക് ആവശ്യത്തിനല്ലേ പണം കൊടുത്തത്. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നാ അവളത് തിരികെ തരണ്ടേ. വീണ്ടും രശ്മി അനാമികയെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഫോൺ റിങ് ചെയ്യാന്നല്ലാണ്ട് ആരും എടുക്കുന്നില്ല. അതേസമയം അനാമികയെ കാണിക്കുന്നുണ്ട്. അനാമിക സോഫയിലിരുന്ന് നെയിൽ പോളിഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണാണെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് റിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഷെടാ, ഇത് വലിയ കഷ്ടായി പോയല്ലോ. ഇവളടുത്തൊന്നും പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അല്ലേനും അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം എന്റെ അച്ഛനെ പറഞ്ഞാൽ മതി. ഇത്രയും വലിയ കുടുംബത്തിലേക്ക് കുറെ മോഹങ്ങളും വെച്ച് കെട്ടിച്ചയച്ചാൽ മാത്രം മതി. ഇവിടുത്തെ അവസ്ഥയൊന്നും അവർക്ക് അറിയണ്ടല്ലോ. എന്തായാലും ഈ കാര്യത്തിൽ അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ഇതും പറഞ്ഞ് അനാമിക അച്ഛന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ രശ്മി ഒരു ഭാഗത്ത് നിന്ന് അനാമികയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനാമികയുടെ ഫോൺ ബിസിയായി കാണിക്കുന്നത്. എന്തായാലും രശ്മി രണ്ടിലും തീരുമാനിക്കാണ്. ഓഹോ, ഇവക്ക് മറ്റുള്ളവർക്ക് വിളിക്കാനൊക്കെ അറിയാം. ഞാൻ വിളിക്കുന്നത് എന്തിനാന്ന് നമുക്കറിയാം. അതുകൊണ്ട് മാത്രം അവൾ ഫോൺ എടുക്കാത്തത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, അച്ഛനും മോൾക്കും പണം തരാനുള്ള ഭാവം ഇല്ലെന്ന്. ഇനിയിപ്പോ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതും പറഞ്ഞ് രശ്മി അനാമിക മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറില്ലേ, ആ കാറ് ചെന്ന് കയറാട്ടോ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കാറ് അനാമികയുടേതല്ലായിരുന്നു എന്നുള്ളത്. രശ്മി ആ കാറ് കയറിയപ്പോ തന്നെ രശ്മിയുടെ പാർട്ട്ണറും ഉണ്ട് കേട്ടോ. അപ്പൊ പാർട്ട്ണർ ചോദിക്കുന്നുണ്ട്, എന്തായി രശ്മി, അവൾ ഫോൺ വിളിച്ചിട്ട് എടുത്തോ? ഇല്ല ഏട്ടാ, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. എനിക്കിനി വിശ്രമമില്ല. നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് വിടാം. ഏട്ടൻ അങ്ങോട്ട് വിട്. അനന്തപുരിയിലേക്കോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഏട്ടൻ അറിയാലോ, ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഓരോന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടാ അവൾക്ക് ആ പണം കൊടുത്തത്. അതും 1-2 ലക്ഷമില്ല, 6 ലക്ഷം. അച്ഛൻ ഇപ്പൊ തന്നെ ആ പണത്തിന്റെ പേരും പറഞ്ഞ് ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ ആ പണം കിട്ടിയേ പറ്റൂ. അതിനിതല്ലാതെ മറ്റൊരു മാർഗമില്ല. എങ്കിൽ പിന്നെ നമുക്ക് പോവാം. ഇതും പറഞ്ഞ് അവര് വണ്ടിയെടുത്ത് നേരെ അനന്തപുരിയിലേക്ക് പോരാണ് കേട്ടോ. പിന്നെ അവർ അനന്തപുരിയിൽ എത്തുന്നത് കാണിക്കുന്നുണ്ടേ. അങ്ങനെ രശ്മി അവളുടെ പാർട്ട്ണറോട് പറയുന്നുണ്ട്, ഏട്ടൻ തൽക്കാലം കാറിൽ തന്നെ ഇരുന്നോ, ഞാനൊന്ന് അവിടെ പോയിട്ട് വരാം. ശരി. ഇതും പറഞ്ഞ് രശ്മി അനന്തപുരിയിലോട്ട് കയറുകയാണ് കേട്ടോ. അതേസമയം തന്നെ സിറ്റ് ഔട്ടിൽ നയനയും നവ്യ ഇരിക്കുന്നുണ്ട്. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല, ആരോ വരുന്നുണ്ടല്ലോ. ആ, ശരിയാണല്ലോ. രശ്മി അങ്ങനെ അനന്തപുരിയിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ തന്നെ നയനയും നവ്യയും കാണാൻ കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ആരാ? ആ ചേച്ചി, അനാമികയുണ്ടോ? അനാമികയുടെ കൂട്ടുകാരിയാ. ഓ, അനാമികയുടെ കൂട്ടുകാരിയാണോ? വരൂ, അകത്തോട്ടിരിക്കാം, ഞാൻ അനാമികയെ വിളിക്കാം. ശരി ചേച്ചി. എന്നാ അനാമികയുടെ കൂട്ടുകാരി രശ്മി നവ്യയെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. നവ്യക്ക് അനാമികയുടെ കൂട്ടുകാരി എന്ന് കേട്ടപ്പോ തന്നെ അവളോടും ദേഷ്യം തോന്നുകയാണ് കേട്ടോ. അപ്പൊ നവ്യ വല്ല രീതിയിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ രശ്മി നവ്യയെ കണ്ടപ്പോ, ഹായ് ചേച്ചി. ഹായ്. ചേച്ചി ഇവിടുത്തെ അനാമികയുടെ അടുത്ത കൂട്ടുകാരിയല്ലേ? അപ്പോ ഞാൻ ആരാന്നൊക്കെ അവള് പറഞ്ഞെന്ന് കാണുമല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമല്ല ചേച്ചി, ഞാൻ കുറെ ദിവസമായി അവളെ ഫോൺ ചെയ്യുന്നു. അവള് ഫോൺ എടുക്കിയിട്ടാ എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. അതെന്താ? അതേസമയം തന്നെ നയനയെ കാണിക്കുന്നുണ്ട്. നയന സോഫയിൽ ഇരിക്കുന്ന അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അനാമികെ. എന്നാ അനാമിക മൈൻഡ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നയന വിളിക്കുന്നതെന്ന് കേട്ടിട്ട്. അനാമികെ. ഓ, എന്താ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? അനാമികെ, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല. നിന്നെ ആരോ കാണാൻ വന്നിരിക്കുന്നു താഴെ. എന്നെയോ? ആ, നിന്നെ തന്നെ. അല്ല, ആരാ വന്നെന്ന് ചോദിച്ചില്ലേ? നിന്റെ കൂട്ടുകാരിയാണെന്നാ പറഞ്ഞത്. അയ്യോ ദൈവമേ, ആ രശ്മി ഇങ്ങോട്ടെങ്ങാനും കയറി വന്നോ? എന്താ നീ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? ആ, അത് കൊള്ളാട്ടോ. നീ ഉണ്ടെങ്കിൽ പിന്നെ നീ ഉണ്ടെന്നല്ലേ പറയേണ്ടത്. എല്ലാം ഈ പെണ്ണുപിള്ള കൊളാക്കി. അവളിങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ വരുമെന്ന് ആരാ കണ്ടത്? അനാമികെ, നിന്നെ കാണാനായിട്ടല്ലേ ഒരാൾ വന്നിരിക്കുന്നത്. അങ്ങോട്ട് ചെന്ന് നോക്ക്. ഞാൻ ചെന്നോളാം, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്റെ കൂട്ടുകാരിയല്ലേ വന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ധൃതി? എനിക്കൊരു ധൃതിയുമില്ല. കുറെ സമയമായി വന്നിട്ട്, അതുകൊണ്ട് ചെന്ന് കാണാൻ പറഞ്ഞതാ. നീ പയ്യെ ചെന്നാലും കുഴപ്പമില്ല, അവിടെ നവ്യേച്ചിയുണ്ട്. നവ്യേച്ചിയുണ്ടോ? ആ, അത് കേട്ടപ്പോ തന്നെ അനാമിക ഓട്ടം താഴേക്ക് ഓടുകയാണ് കേട്ടോ. അതേസമയം താഴെ നവ്യയും രശ്മിയും കാണിക്കുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അല്ല, നീയപ്പോ ശരിക്കും എന്തിനാ വന്നത്? അവളെ കാണാനോ? അതേസമയം തന്നെ അനാമിക കയറി വരികയാണ് കേട്ടോ. എന്താ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? എന്റെ ആരെങ്കിലും വന്നാ എന്നെ കുറിച്ച് ഇങ്ങനെ എന്തിനാ കുത്തി ചോദിക്കുന്നത്? അപ്പൊ രശ്മി അറിയുന്നുണ്ട്, അനാമിക നീ ഒന്നും പറയണ്ട. കുറെ നാളുകൾക്ക് ശേഷം കാണുക. എനിക്ക് നിന്നോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. നീ വന്നേ, നമുക്ക് മുകളിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട്, അയ്യോ, ഒരാൾ വന്നിട്ട് അയാൾക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. ചായയോ കാപ്പിയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണം? അപ്പൊ അനാമിക പറയുന്നുണ്ട്, അവൾ അതിന് നിങ്ങളോട് ചോദിച്ചോ എന്തെങ്കിലും വേണോന്ന്?
എന്താ അനാമിക ഇങ്ങനെ? ഒരു ഗസ്റ്റ് വീട്ടിൽ കയറി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? ഇതേ നിങ്ങളെ ഗസ്റ്റ് അല്ല, എൻ്റെ ഗസ്റ്റാ. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. രശ്മി, ഒന്നും കരുതല്ലേ, കള്ളക്കൂട്ടങ്ങളാ. എന്തെങ്കിലും ഇവരുമാരുണ്ടാക്കി തന്നാലേ നിന്റെ വയറ് പിന്നെ ചീത്തയാകും. ഇത് പറഞ്ഞ് രശ്മിയെ പിടിച്ചു വലിച്ച് അനാമിക മുകളിലോട്ട് കൊണ്ടുപോകാട്ടോ. അപ്പൊ നവ്യ നയനയോട് പറയണേ, നയനെ, നിനക്ക് ഈ പോക്കിൽ എന്തോ വശപ്പശക്ക് തോന്നുന്നില്ലേ? അതെ, അവളുടെ ഈ പോക്ക് കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നം ഒപ്പിക്കാനുള്ളതാന്നാ തോന്നുന്നത്. നയനെ, നിനക്കൊരു സത്യം അറിയോ? ആ പെങ്കൊച്ച് വന്നിരിക്കുന്നതേ അവളെ കാണാനില്ല. ഒന്നെങ്കിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉറപ്പാ, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ അവൾ ഒതുക്കി നിർത്തും. ഇതെന്തോ ഉടായിപ്പാ. നയനെ, എനിക്ക് തോന്നുന്നതേ ഇവള് ആ പെങ്കൊച്ചിന് എന്തോ കാശ് കൊടുക്കാനുണ്ടെന്നാ. അങ്ങനെയൊക്കെ ഉണ്ടാകോ? പിന്നുണ്ടാകാതെ. എന്തൊക്കെ ഉടായ്പ് കളിക്കുന്നവരാ അവരുടെ ഫാമിലി. അത് നമുക്ക് മാത്രമല്ല അറിയൂ. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്താ കുഴപ്പം? പിന്നെ കാണിക്കുന്നത് അനാമിക അവളുടെ ഫ്രണ്ടിനെയാണ് കേട്ടോ. രശ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഇങ്ങോട്ട് വരാന്നല്ലാതെ നീ ഫോൺ വിളിച്ചാൽ എടുക്കുന്നുണ്ടോ? നിന്റെ കല്യാണത്തിന് പൈസ എത്ര ചെലവായതെന്ന് അറിയാലോ. നിന്റെ കല്യാണത്തിന്റെ മേക്കപ്പും അതുപോലെ ഓർണമെന്റ്സും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾക്കായിട്ട് എനിക്ക് 6 ലക്ഷം രൂപയാ ചെലവായത്. എന്താ അനാമിക ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്നത്? ദേ, എനിക്ക് കിട്ടാനുള്ള പൈസ ഇപ്പൊ കിട്ടണം. നീ എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനകം തരാന്നല്ലേ? നിന്റെ ഭർത്താവ് ഒരു കോടീശ്വരനല്ലേ? അയാൾക്ക് വിരല് നൊടിക്കാവുന്ന പണമുള്ളൂ ഇത്. കൂടുതലൊന്നും ഇല്ലെങ്കിലും പകുതി പൈസയെങ്കിലും നിനക്ക് തന്നൂടെ? അതൊന്ന് ആശ്വസിക്കാലോ. എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ ആ പണം കിട്ടാത്തതിന്റെ പേരിൽ ഓരോന്ന് പറയുന്നുണ്ട്. നിന്റെ അച്ഛന്റെ സ്വഭാവമൊക്കെ എന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. രശ്മി, നീ ഒന്ന് എന്നെ മനസ്സിലാക്ക്. ഞങ്ങളെ വീട്ടുകാരെ കുറിച്ച് ഇവിടെയുള്ളവർക്ക് നല്ല മതിപ്പാ. നീയായിട്ടത് കളയല്ലേ. കുറച്ചുകൂടി സമയം തന്നാ മതി. നിന്റെ പൈസ എങ്ങനെയെങ്കിലും ഞാൻ തന്നു തീർക്കാം. പറ്റില്ല. നിനക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാനായിരുന്നെങ്കിൽ എന്റെ ഫോൺ എടുത്തുകൂടായിരുന്നോ? വിശ്വാസാഞ്ചന കാണിച്ചവളെ ഇനി വിശ്വസിക്കാൻ എനിക്ക് വയ്യ. ദേ, എടഞ്ഞ ഈ രശ്മിനെ നിനക്കറിയാലോ. ഇവിടെയുള്ളവർ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ പണം ഇന്ന് കിട്ടണം. അറിഞ്ഞാലെങ്കിലും ഇവരെനിക്ക് പണം തരുമല്ലോ. അയ്യോ എന്റെ രശ്മി, നീ എന്തൊക്കെയാ പറയുന്നത്? നീ ഇവിടെ നിന്നാ എല്ലാവരും എന്നോട് ചോദിക്കില്ലേ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നതെന്ന്? ആ, അപ്പൊ പറയണം. എനിക്ക് നീ 6 ലക്ഷം രൂപ തരാനുണ്ടെന്ന്. അപ്പൊ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ അവളുടെ ഒരു 6 ലക്ഷം. ഇവിടെ ഓരോരുത്തർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. അവളുടെ പേര് 6 ലക്ഷത്തിനാ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ, എന്തേലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ദേ, നീ എനിക്ക് കുറച്ച് ദിവസത്തെ സമയം താ. അധിക ദിവസമൊന്നും വേണ്ട, ഒരൊറ്റ ആഴ്ച തന്നാൽ മതി. ആഹാ, അധിക ദിവസം വേണ്ട, ഒരാഴ്ച മതിയെന്നോ? ദേ, നിനക്ക് 6 അതിന്റെ മടങ്ങ് പൈസ ഞാൻ തരും. ഹാ, നിന്നെ ഇനി വിശ്വസിക്കാനേ വേറെ ആളെ നോക്കണം. ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് പറഞ്ഞാൽ പോകില്ല. എന്റെ കാറ് തന്നെ നീ അന്ന് കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് കുത്തിയിട്ടിച്ച് പോയതല്ലേ. വണ്ടി റിപ്പയർ ചെയ്ത് എടുക്കാൻ തന്നെ എനിക്ക് 1-2 ലക്ഷം രൂപയായി. ദേ, അതൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. ഞാൻ തന്ന പണം നീ ഇങ്ങ് താ. അത് നീ എപ്പോൾ തരുന്നോ അപ്പം ഞാൻ ഈ അനന്തപുരിന്ന് പോകും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ എടുത്തതൊക്കെ എൻ്റെ ഡ്രസ്സാ. ഇവിടെ ഞാൻ എങ്ങ് കൂടും. ഷേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? എന്ത് ചെയ്താലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ പണം കിട്ടണം. ദേ, എൻ്റെ റൂം കാണിച്ചെന്നേ, എനിക്ക് അങ്ങോട്ട് പോകണം. ദേ, നിനക്ക് ഇവിടെ ഉള്ളവരെ അറിയില്ല. നീ ഇവിടെ അധികാരം പിടിച്ച് നിൽക്കാൻ നോക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. ഹാ, വിളിക്കടി. പിന്നെ നിന്റെ കംപ്ലീറ്റ് ചരിത്രം ഞാനിവിടെ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഈ നിന്നെയാണല്ലേടി ഞാൻ വിശ്വസിക്കേണ്ടത്. എന്നാൽ ഇത് കേട്ടോണ്ടാണ് ദേവയാനി വരുന്നത് കേട്ടോ. ദേവയാനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ദേവയാനി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ രശ്മി പറയുന്നത് കേൾക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എന്റെ പണം തന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. നോക്കിക്കോ, പണം തരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ദേവയാനിക്ക് അവളുടെ വരവിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ് കേട്ടോ. ദേവയാനി അവിടെ തന്നെ നിന്ന് ഇവൾ പറയുന്ന എന്താണ് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ ബാക്കി എപ്പിസോഡ് കിട്ടാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.